രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേള വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുകയാണ്. സർക്കാർ കഴിഞ്ഞ 4 വർഷം നടപ്പാക്കിയ വികസന പദ്ധതികൾ വിവരിക്കുന്ന മേളയിൽ സർക്കാരിൻ്റെ ഓരോ വകുപ്പും ചെയ്യുന്ന പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് വിവരിക്കുന്നുണ്ട്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് എൻ്റെ കേരളം പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷ കാലയളവിൽ പാലക്കാടും സംസ്ഥാനത്തൊട്ടുക്കും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളാണ് മേളയിലൂടെ പൊതുജനങ്ങളോട് വിവരിക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള, വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി സൗജന്യ കൗൺസിലിംഗ്, കുടുംബശ്രീയുടെ കൈമാറ്റച്ചന്ത, AI പ്രദർശനവും ക്ലാസുമൊക്കെ മേളയിലെ മുഖ്യ ആകർഷണങ്ങളാണ്. ഒരു റോബോട്ടിക് ഒരു AI ടീച്ചറാണ്. അപ്പോൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ AI ടീച്ചർ ഈ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മറ്റ് വരുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊരു മേക്കർ ലാബ് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പിൻ്റെ പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ധാരാളം ഡ്രോൺസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്യൂസിലേജ് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെ ഡ്രോൺസ് ഉണ്ട്. അതായത് അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളുണ്ട്. പിന്നെ മറ്റ് ചില പ്രൊഡക്ട്സ് കൂടെ. കേരള പോലീസ് ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും മേളയിൽ കാണാനാവും. ആമിനേഷൻ അതിനുപയോഗിക്കുന്ന ആമിനേഷനുകളതെല്ലാം AK-47 ഉപയോഗിക്കുന്ന ആമിനേഷൻ, ഇൻസാസിൽ, അതുപോലെ സാധാരണ 303 ഉപയോഗിക്കുന്ന ആമിനേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ആമിനേഷനുണ്ട്. പിന്നെ ടിയർ സ്മോക്ക് ഷെല്ലുണ്ട്, അതുപോലെ ഗ്രനേഡ് ഉണ്ട്. പിന്നെ സ്പാഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സെൽഫ് പ്രൊട്ടക്ഷൻ എയ്റോ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് വനിതകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഒരു സ്പ്രേ ആണത്. കൂടാതെ അഗ്നിശമനസേന അവരുടെ വിവിധ ഉപകരണങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അപകട സാഹചര്യങ്ങളിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന ക്ലാസും നൽകുന്നുണ്ട്. ആദ്യം ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് ഇതെല്ലാം ഇപ്പോൾ അഡ്വാൻസ്ഡ് യൂസ് ചെയ്യുന്ന ഫയർ ഫൈറ്റിംഗ് ബ്രാഞ്ചാണ് ഇത് ഹാൻഡ് കൺട്രോൾ ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ സീറോ പ്രഷറാണ്. ഇത് സാധാരണ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ബ്രാഞ്ചാണ്. ഇത് യൂസ് ചെയ്യാൻ നമ്മൾ 3 ആൾ നമ്മളെ ബ്രാഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. ആ 3 ആളുടെ സഹായം ആവശ്യമാണ്. ഇത് നമുക്ക് ഒരാളോ അല്ലെങ്കിൽ 2 ആളോ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്കിതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ജെറ്റും അതുപോലെ തന്നെ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമാണിത്. ഇതിനെല്ലാം പുറമെ കേരള പോലീസിന്റെ ഡോഗ് ഷോ മേളയിലെ പ്രധാന ആകർഷണമാണ്. പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പോലീസിന്റെ ഡോഗുകൾ എങ്ങനെയാണ് ബോംബും മയക്കുമരുന്നുമൊക്കെ കണ്ടെത്തുന്നതെന്ന് ഡോഗ് ഷോയിൽ വിവരിക്കുന്നു. എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ അതുപോലെ നാർക്കോട്ടിക്, നമ്മൾ ആളുകളുടെ കയ്യിൽ മയക്കുമരുന്ന്, നിരോധിത മയക്കുമരുന്നുകൾ വെച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ നാർക്കോട്ടിക് ഉപയോഗിക്കുന്നത്. അതുപോലുള്ള ബോംബ്, അതുപോലുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ആരെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ എയർപോർട്ടുകൾ, അതിനകത്ത് ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾക്ക് എല്ലാ ബാഗുകളും നമ്മൾക്ക് മാനുവലായിട്ട് പോയിട്ട് ചെക്ക് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഡോഗാണ് എക്സ്പ്ലോസീവ്. അവരെ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏതെങ്കിലും ബാഗിനകത്ത് ഉണ്ടെങ്കിൽ അത് പോയി കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് അറിവ് തരും. പൂർണ്ണമായും ശീതീകരിച്ച ടെന്റിൽ സിനിമാ തിയേറ്റർ, ഫിഷ് സ്പാ, സൗജന്യ കുതിരസവാരി, പുഷ്പമേള, പാലക്കാടൻ രുചിവൈഭവങ്ങളോട് കൂടിയ ഫുഡ് കോർട്ട്, സൗജന്യമായി രേഖാചിത്രം വരയ്ക്കൽ, ജയിൽ വകുപ്പിന്റെ ജയിൽ മോഡൽ സ്റ്റാൾ തുടങ്ങിയവയും ഉണ്ട്. കൂടാതെ ഓരോ വകുപ്പുകളും വിവിധങ്ങളായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ
വിത്തുകൾ, ചെടികൾ, വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ SSKന്റെ ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. വൈവിധ്യമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. നന്നായിരുന്നു. എല്ലാ സ്റ്റാളും എല്ലാ വകുപ്പും ഞങ്ങൾ ഏകദേശം റൗണ്ട് ചെയ്ത് കണ്ടു. ഞങ്ങൾക്ക് എല്ലാം ഒരുപാട് നന്നായിട്ട് തോന്നി. എല്ലാം ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഫയർ ആൻഡ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഉപകരണങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ഇത് ഉപയോഗിക്കേണ്ട രീതി, ഇത് ഏത് സമയത്താണ് ഉപയോഗിക്കുക, അതുപോലെ ഗ്യാസിൻ്റെ കാര്യങ്ങളായാലും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. മേള നടക്കുന്ന വേദിക്ക് സമീപത്ത് തന്നെ ദിവസവും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി മുഖാമുഖം നടത്തി. കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും ഒപ്പം ഭാവി കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മുഖ്യമന്ത്രി വിവരിച്ചു. ഈ മാസം 10-നാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള സമാപിക്കുക. ജനം, പാലക്കാട്.